ഞങ്ങൾ ഇന്ന് ഖത്തറിലെ വെനീസിലാണ് വന്നിരിക്കുന്നത്. എവിടെയാണ്? ഖനാത്ത് കോർട്ടിയർ. പേൾ ഖത്തറിൻ്റെ അകത്തായിട്ടാണ് ഈ ഖനാത്ത് കോർട്ടിയർ വരുന്നത്. ഇതുണ്ടോ, ഫുൾ കളർഫുൾ പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ ബിൽഡിങ്സ്. ഇതിവിടെ വെനീസിൻ്റെ പോലെ ഇവർ ആക്കിയേക്കുവാണ്. ഇവിടെ ഫുള്ള് യൂറോപ്യൻ ആർക്കിടെക്ചർ സ്റ്റൈലാണ് ഫോളോ ചെയ്തേക്കുന്നത്. ഇതുണ്ടോ, ഇന്ന് നടുക്കുകൂടി വെള്ളം പോയേക്കുന്നുണ്ടോ? എൻ്റെ ബാക്കിൽ കാണുന്ന ആ ബ്രിഡ്ജ് ഉണ്ടോ, അതാണ് ഇവിടുത്തെ മെയിൻ ബ്രിഡ്ജ്. നമ്മുടെ വെനീസിൻ്റെ ഐക്കോണിക് പോണ്ടെ ഡി റിയാൾട്ടോ ബ്രിഡ്ജിനെ റിസംബിൾ ചെയ്തിട്ടാണ് ആ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത്. വാട്ടർ ഭയങ്കര ക്ലിയർ, എനിക്ക് കാണാം ഇവിടെ താഴെ എന്താ ഉള്ളതെന്ന്. ഇതേ ഫിഷ് പോകുന്ന നോക്ക്. ഇത് കണ്ടോ അവിടെ കാണിക്കും. ഇപ്പോൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടോ ഖത്തറിലെ. ഒരു സൈഡ് ഫുള്ള് കളർഫുൾ ബിൽഡിങ്സ് വാട്ടർ ബോഡി ഒക്കെ വരുമ്പോൾ അതർ സൈഡ് ഇവിടെ ഇങ്ങനെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഫേ സീറ്റിങ് ഇങ്ങനത്തെ വാട്ടർ ബോർഡിലോട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ യൂറോപ്യൻ സ്റ്റൈലിലുള്ള ലൈറ്റ്സ് ഉണ്ടോ ഇവിടെ ഫുള്ള്. നമുക്ക് ഇങ്ങനത്തെ ലൈറ്റ്സ് കാണാം. ഇതുണ്ടോ ഇവിടെ വാട്ടർ ബോഡി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടെ ബോട്ടിങ്ങിന് പോകാൻ പറ്റും കേട്ടോ. അവിടെ നമുക്ക് പൈസ കൊടുത്ത് ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ ബോട്ടിങ്ങിന് പോകാൻ പറ്റും. നല്ല രസമല്ലേ? ഐസക്കിൻ്റെ വീഡിയോഗ്രാഫി സ്കിൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ എപ്പോഴും കാം ആൻഡ് പീസ്ഫുൾ ആണ് കേട്ടോ. ഈ ചുറ്റിനും കാണുന്നതൊക്കെ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആണ്. അതുമാത്രമല്ല ഇവിടെ ബുട്ടീക്സ് ഉണ്ട്, ഫാർമസീസ് ഉണ്ട്, ബ്യൂട്ടി സലൂൺസ്, ഫിറ്റ്നസ് സ്റ്റുഡിയോസ്, ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ്, അങ്ങനെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഈ അപ്പാർട്ട്മെൻറ്റ് ബാൽക്കണീസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇറ്റാലിയൻ റിവിയറ ടൗൺ മിമിക് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ഏർലി മോർണിംഗ് ആണ്. ആ ഒരു ഗോൾഡൻ ഹവറിൽ ഇവിടെ കാണാൻ നല്ല രസമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈവനിങ് വരേണ്ടി വരും. പക്ഷേ ഈവനിങ് വരുമ്പോൾ നമുക്ക് ഫോട്ടോസിൽ പേസ്റ്റൽ ഷെയ്ഡ് ബിൽഡിങ്സിൻ്റെ ഭംഗിയൊന്നും അത്രയ്ക്ക് കിട്ടില്ല. ഓ ഇത് നോക്ക്, അതുണ്ടോ പിയാനോ സ്റ്റേഴ്സ്. നമ്മൾ നടക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ലൈറ്റും മ്യൂസിക്കും വരുവേ. അപ്പോൾ കനാത്തി വന്നാൽ ഇവിടെ വരാതെ പോകരുത് കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ മിനി സ്റ്റെയർ കേസസും ബ്രിഡ്ജസും ആണ് മെയിനായിട്ട് കാണാൻ പറ്റും. പിന്നെ അതുപോലെ പോസ്റ്റ് ലാംപ്സും. ഇവിടെ വന്നാൽ ഗൾഫാണെന്ന് പറയേയില്ല. ഒരു ലിറ്റിൽ യൂറോപ്യൻ വില്ലേജിൽ വന്ന ആംബിയൻസ് ആണ് ഇവിടെ. ഇങ്ങോട്ടേക്ക് വരാനായിട്ട് മെട്രോ സർവീസ് ഡയറക്റ്റ് ഇല്ല. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ വരേണ്ടത് ടാക്സി അല്ലെങ്കിൽ സ്വന്തം കാറിലോ വെഹിക്കിളിലോ വരണം. ഇവിടെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. മെട്രോയിലാണ് വരുന്നതെങ്കിൽ നിയറസ്റ്റ് സ്റ്റേഷൻ ലക്താഫിയ സ്റ്റേഷനാണ്. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മെട്രോ ഷട്ടിൽ ബസ് സർവീസ് ഉണ്ട് ഖനാത്തിലേക്ക്. ഇതുണ്ട് ഇവിടെ നോക്കിയാൽ നമ്മുടെ ഫേമസ് ലുസാൽ ട്വിൻ ബിൽഡിംഗ് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. അടിപൊളി കളർഫുൾ ബിൽഡിങ്സും കഫേസും ഫോട്ടോഷൂട്ടിനും പറ്റിയല്ല ഇവിടെ ഉണ്ട്. കുറേ നടക്കാനുണ്ട് കേട്ടോ. നടന്ന് ഞങ്ങൾ തളർന്ന് വിശന്ന് ഇവിടെ ഒരു ടിബേറ്റൻ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ്. പക്ഷേ നിങ്ങൾ ഖനാത്തിൽ വരികയാണെങ്കിൽ വാട്ടർ ബോഡി ഫേസിങ് ആയിട്ടുള്ള കഫേസിൽ കയറാനേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ ഞങ്ങൾ വന്ന് ഉച്ച സമയത്തായതുകൊണ്ടും വെയിലായതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് റെസ്റ്റോറൻറ്റിൽ കയറിയത്. ഐസക്ക് അവിടെ മെനു നോക്കുവാണ്. ഞാൻ ഈ ചൂടത്തൂടെ ആണ് ടയേർഡായേ. ഐസക്ക് ഫുൾ എനർജിയിൽ ഇപ്പോഴും നടക്കുന്നുണ്ടോ. ഇവിടെ വരുമ്പോൾ നിങ്ങൾ ബോട്ട് റൈഡ് പോകാൻ നോക്കുക കേട്ടോ. നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ കിട്ടും. 80 QAR ആണ് പെർ പേഴ്സൺ, 300 ഫോർ ഫാമിലീസ്. ശരി, നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് കാണിച്ചു കൊടുക്കുക. പ്ലാസ ആൻറ്റലൂസിയയിലാണ് നമ്മളുള്ളത്. ഇത് പേൾ ഖത്തറിൽ തന്നെയുള്ള ഒരു സ്പോട്ടാണ്. ഖനാത്ത് കോർട്ടിയറിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലമുണ്ടോ. നിങ്ങൾ അവിടെ വരികയാണെങ്കിൽ ഇവിടെയും കൂടി വിസിറ്റ് ചെയ്യുക. അവിടെ നിന്ന് നടന്നു വരാനുള്ള ദൂരമുള്ളൂ. നിങ്ങൾ കാറിലാണ് വരുന്നതെങ്കിലും ഇവിടെ പാർക്കിംഗ് ഉണ്ട്. ഫ്രീ പാർക്കിംഗ് ആണ്, പക്ഷേ ലിമിറ്റഡ് പാർക്കിങ്ങേ ഉള്ളൂ. ഈ ഒരു ഏരിയ കുറച്ചും കൂടി ആക്റ്റീവാണ്. കുറേ കൂടി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ വരാനായിട്ടോ കുറച്ചും കൂടി രസം. ഇവിടെ ഫുള്ള് ലൈറ്റ്സ് ഒക്കെ ഇടും. മുകളിലൊക്കെ കുറേ ലൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാണാനായിട്ട് ഭംഗി ഈവനിങ് ടൈമിൽ വരുമ്പോൾ തന്നെയാണ്. ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്ര ചൂടൊന്നുമില്ല. എല്ലായിടത്തും തണൽ തന്നെയാണ്. ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചുറ്റും കുറേ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. ഞങ്ങളിവിടെ ട്രൈപോഡ് സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്ത് വീഡിയോ എടുത്തേ. പക്ഷേ ഭയങ്കര കാറ്റായതുകൊണ്ട് ട്രൈപോഡ് സ്റ്റാൻഡ് ഒട്ടും സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഇവിടുത്തെ വീഡിയോ.
ഞങ്ങളിപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ചാനലിൽ ഖത്തർ റിലേറ്റഡ് വീഡിയോസാണ് ഇടുന്നത്. സോ ഇഫ് യു ആർ ഇൻ ഖത്തർ ഓർ പ്ലാനിങ് ടു വിസിറ്റ് ഖത്തർ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.